ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ പട്ടിത്താനം മുതൽ തലയോലപ്പറമ്പ് വരെ അപകട വളവുകൾ നിവർത്തുന്ന വികസന പദ്ധതിയുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അറിയിച്ചു. കേരള സർക്കാരിന്റെ അസാധാരണ ഗസറ്റ് വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ബി ഡിപ്പാർട്ട്മെന്റാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ പ്രത്യേക ഉത്തരവിലൂടെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഏറ്റുമാനൂർ എറണാകുളം റോഡിലെ അപകട വളവുകൾ നിവർത്തുന്ന പദ്ധതിയും കുറുപ്പന്തറ ജംഗ്ഷൻ വികസന പരിപാടികളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് അധികൃതരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തു. ഇതിൽ നിർദ്ദേശിച്ചത് പ്രകാരം വരുന്ന 3 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വസ്തുടമകൾക്ക് കൊടുക്കാനുള്ള തുക നിശ്ചയിച്ച് സർക്കാരിൽ നിന്നും അനുവദിക്കുന്ന ഫണ്ട് വസ്തുടമകൾക്ക് കൈമാറുന്ന പ്രവർത്തനങ്ങൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അടുത്ത യോഗം 1 മാസത്തിനുള്ളിൽ കോട്ടയത്ത് വിളിച്ചു ചേർക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. UDF സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ മുൻഗണനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറുപ്പന്തറ ജംഗ്ഷൻ വികസനവും പട്ടിത്താനം മുതൽ തലയോലപ്പറമ്പ് വരെയുള്ള അപകട വളവ് നിവർത്തൽ പ്രവർത്തനവും നടപ്പാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.